ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ എൻ്റെ നാട്ടിലെ പുഴയും അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇന്നെൻ്റെ കൂടെ വീഡിയോയിലുള്ളത് എൻ്റെ ബ്രദറിൻ്റെ മോനാണ് വിനയ് ശങ്കർ. ആദ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവളെയും കൂട്ടിയാണ് നമ്മൾ പുഴ കാണാൻ പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ 2 മയിലിനെ കണ്ടു. ഇവിടേക്ക് ഇത് സ്ഥിരം കാഴ്ചയാണ്. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പാടമൊക്കെ ഇത് കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ കുറച്ച് പശുവിനുള്ള തീറ്റപ്പുല്ല് മാത്രമേ ഉള്ളൂ. പുഴ എത്താറായി ഗൈസ്. ഈ റോഡിൻ്റെ എൻഡിൽ തന്നെ പുഴയാണ്. മുമ്പൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എപ്പോഴും വരുമായിരുന്നു. ഇവിടെ ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാറ്റം എന്ന് പറഞ്ഞാൽ കുറേ വീടുകൾ വന്നു. പിന്നെ ഇതേ പുതുതായിട്ട് ഇവിടെ ഒരു റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട്, കളിയോടം റിവർ സൈഡ് വെന്യൂ. റിസോർട്ടിൻ്റെ ബാൽക്കണിയിൽ കുറേ ഫോറിനേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പുഴയുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കിടിലം വ്യൂ ആണ്. അതുകൊണ്ടാണ് ഇവിടെ റിസോർട്ട് വന്നതും ഞാനിപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതും. അപ്പം ഞാനിത് അങ്ങോട്ട് ഇറങ്ങി. എൻ്റെ കൂടെ കുറേ കുട്ടിപ്പട്ടാളങ്ങളും പിന്നെ എൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഈ ഭാഗത്തോട്ടൊന്നും വെള്ളമില്ലാത്തത്. മഴക്കാലമായി കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്തൊക്കെ വെള്ളമായിരിക്കും. ഇവിടെ നിന്നുകൊണ്ടുള്ള മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്തായാലും നമുക്കതിൻ്റെ നടുക്കോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തോട്ടൊരു കടവുണ്ട്. അവിടെയാണെങ്കിൽ വലിയൊരു പാറയുണ്ട്. അതിൻ്റെ പേര് ചീനക്കപ്പാറ എന്നാണ്. ആ പാറയുടെ മുകളിലായിട്ടൊരു അമ്പലമുണ്ട്. അതേക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. എന്തായാലും അത് പിന്നീട് ഒരിക്കൽ നമ്മൾ പോകുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പം നമ്മൾ പുഴയുടെ ഏകദേശം നടുക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ മൊത്തം പാറയാണ്. ഈ ഭാഗത്തൊന്നും വെള്ളമില്ല. ഇടയിൽ ഓരോ ഭാഗങ്ങളിൽ മാത്രം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ ഇതേ നോക്കൂ ഗൈസ്, ഇവിടെയാണ് ഇപ്പോൾ നല്ല ഒഴുക്കുള്ള ഭാഗം. മൊത്തം പാറയാണ് ഗൈസ്. എന്നാലും നമുക്കതിനകത്ത് ഇറങ്ങാൻ പറ്റും. ഇവിടെയാണ് ആളുകളൊക്കെ കുളിക്കുന്ന ഏരിയയാണിത്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയാൽ മാത്രമേ അവിടെ ആഴമുള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന തരത്തിലുള്ള ആഴമേ ഉള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 6 മണി കഴിഞ്ഞ സമയമാണ്. പൊന്നും വെള്ളത്തിലോട്ട് ഇറങ്ങി. ഞാൻ ചാടിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോഴേ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ സൗണ്ടും പിന്നെ ആ ഒരു മനോഹരമായ കാഴ്ചയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റ.